വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SCERT 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ആദ്യ 2 അധ്യായങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിൽ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും അധ്യായമാണ് വിശകലനം ചെയ്യുന്നത്. 3ഉം 4ഉം അധ്യായം ചെറിയ ചാപ്റ്റേഴ്സാണ്. പോയിന്റുകൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് 5ാമത്തെ ചാപ്റ്റർ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ കുടുംബം. പ്രധാനമായിട്ടും 2 കോട്ട്സ്, ഒരു കവിതയും ഒരു കോട്ട്സും മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ആദ്യമായിട്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിലൂടെ. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണിയമ്മ, അമ്മമ്മ പാറുക്കുട്ടിയമ്മ, അമ്മയുടെ അമ്മയോ, ഇത്രയേ ഉള്ളൂ എൻ്റെ അറിവിൻ്റെ വലിപ്പം. എന്നിലൂടെ. കുഞ്ഞുണ്ണി മാഷിൻ്റെ എന്നിലൂടെ എന്നുള്ളൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഓക്ബേണിൻ്റെ ഒരു കോട്ട്സാണ് കുടുംബവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നോക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം. ഓക്ബേണിൻ്റെ കോട്ട്സാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിൻ്റെ ധർമ്മം. ഓക്ബേൺ. ഇനിയും ഈ ചാപ്റ്ററിൻ്റെ പാഠസംഗ്രഹം കൂടി നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സാർവലൗകികത അഥവാ യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് പോയിന്റ് നോക്കാം. കുടുംബത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സാർവലൗകികത അഥവാ യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിൻ്റെ സവിശേഷതകളാണ്. സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങൾ. ഇത്രയേ ഉള്ളൂ 3ാമത്തെ ചാപ്റ്റർ. നമുക്കിനി 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. അതും വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. കരുതലോടെ ചെലവിടാം. ഇതിൽ ഗാന്ധിജിയുടെ ഒരു കോട്ട്സ് മാത്രമേ നമുക്ക് പ്രധാനമായിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. ഇനി നമുക്കടുത്ത 5ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 5ാമത്തെ അധ്യായമാണ് ഏറ്റവും വലിയ അധ്യായം. ഒരു എക്സാമിന് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതും 5ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. പ്രപഞ്ചം എന്ന മഹാത്ഭുതം. ആദ്യമായി സൗരയുദ്ധത്തെക്കുറിച്ചാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ സൗരയുദ്ധത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്റർ മുഴുവനും. സൗരയുദ്ധത്തിൻ്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഗ്രഹങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ ഒരു നക്ഷത്രമാണ്. സ്വയം കത്തുന്ന ഭീമാകാരന്മാരായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. ഇനി നമുക്ക് ഓരോ ഗ്രഹത്തിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ നോക്കാം. ബുധൻ മെർക്കുറി, ശുക്രൻ വീനസ്, ഭൂമി എർത്ത്, ചൊവ്വ മാർസ്, വ്യാഴം ജുപ്പിറ്റർ, ശനി സാറ്റേൺ, കൂടാതെ യുറാനസും നെപ്റ്റ്യൂണും. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. പ്ലാനറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അലഞ്ഞു തിരിയുന്നവ എന്നാണ്. ഒരു ഗ്രീക്ക് പദമാണ് പ്ലാനറ്റ്. അപ്പോൾ സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ഗ്രഹങ്ങളെ വലം വയ്ക്കുന്ന ഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്. ഭൂമിയുടെ ഉപഗ്രഹം
ചന്ദ്രനാണ്. ഇനി നമുക്ക് നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ച് നോക്കാം. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാണ് കോപ്പർനിക്കസ്. പോളണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നായിരുന്നു പണ്ടുള്ള വിശ്വാസം. എന്നാൽ കോപ്പർനിക്കസ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ രാജ്യം പോളണ്ടാണ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവാണ് കോപ്പർനിക്കസ്. സൗരയൂഥം കണ്ടെത്തിയതും സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചതും കോപ്പർനിക്കസ് ആണ്. മറ്റു വസ്തുക്കൾ വൃത്താകൃത ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നു എന്നാണ് കോപ്പർനിക്കസ് അഭിപ്രായപ്പെട്ടത്. പ്രധാന പോയിന്റ് നമുക്കൊന്നുകൂടെ നോക്കാം. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. സൗരയൂഥം കണ്ടെത്തി, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചു. മറ്റു വസ്തുക്കൾ വൃത്താകൃത ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്നു എന്നാണ് കോപ്പർനിക്കസ് അഭിപ്രായപ്പെട്ടത്. ഇനിയും സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുടെയും അവയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം. ആദ്യമായി നെപ്റ്റ്യൂണിനെ കുറിച്ചാണ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം നെപ്റ്റ്യൂണിന് വേണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. കറുത്ത പൊട്ട് കാണപ്പെടുന്നു. ട്രൈറ്റൺ എന്നത് നെപ്റ്റ്യൂണിൻ്റെ ഒരു ഉപഗ്രഹമാണ്. ട്രൈറ്റൺ. കൂടാതെ നെപ്റ്റ്യൂണിന് ചുറ്റും ഡിസ്ക് ആകൃതിയിലുള്ള മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് കീപ്പർ ബെൽറ്റ്. നെപ്റ്റ്യൂണിന് ചുറ്റും ഡിസ്ക് ആകൃതിയിലുള്ള മേഖലയ്ക്ക് വിളിക്കുന്ന പേര് കീപ്പർ ബെൽറ്റ് എന്നാണ്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകമാണ് വോയേജർ 2. 1977 വോയേജർ 2 വിക്ഷേപിച്ചത്. കൂടാതെ സൗരയൂഥം കടന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം ചോദിച്ചിട്ടുണ്ടായിരുന്നു 2013 വോയേജർ 1. അപ്പോൾ നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് കാണപ്പെടുന്നു. ട്രൈറ്റൺ എന്നതാണ് നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹം. നെപ്റ്റ്യൂണിന് ചുറ്റും ഡിസ്ക് ആകൃതിയിൽ കാണപ്പെടുന്ന മേഖലയ്ക്ക് വിളിക്കുന്ന പേരാണ് കീപ്പർ ബെൽറ്റ്. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകം വോയേജർ 2 ആണ്. എന്നാൽ സൗരയൂഥം കടന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകം വോയേജർ 1 ആണ്. അടുത്തത് യുറാനസ്. 25ലധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് യുറാനസ്. സൂര്യനെ വലം വയ്ക്കാൻ 84 ദിവസമാണ് യുറാനസിന് വേണ്ടത്. ഇനി യുറാനസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പോയിന്റുകൾ നോക്കാം. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസിനെയാണ്. യുറാനസിൻ്റെ പച്ച നിറത്തിന് കാരണം മീഥെയ്നാണ്. കൂടാതെ ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് യുറാനസ് ആണ്. അപ്പോൾ യുറാനസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ആദ്യ ഗ്രഹമാണ് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസിൻ്റെ പച്ച നിറത്തിന് കാരണം മീഥെയ്നാണ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും യുറാനസ് ആണ്. അടുത്ത ഗ്രഹം ശനി. ശനിക്ക് ചുറ്റും വലയങ്ങളുണ്ട്. 30ലധികം ഉപഗ്രഹങ്ങൾ കാണപ്പെടുന്നു. കൂടാതെ ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്നത് ശനിക്ക് ചുറ്റുമാണ്. ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്നത് ശനിക്ക് ചുറ്റുമാണ്. ഗോൾഡൻ ജെയിൻ്റ് എന്നറിയപ്പെടുന്നത് ശനിയെയാണ്. ഗോൾഡൻ ജെയിൻ്റ് എന്നറിയപ്പെടുന്നത് ശനിയെയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. ട്രൈറ്റൺ നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ്. എന്നാൽ ടൈറ്റൻ ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ്. കരിമഴ പെയ്യുന്നത് ശനിയിലാണ്. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്നതും ശനിയിലാണ്. ABC എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ശനിയിലാണ്. ഗോൾഡൻ ജെയിൻ്റ് എന്നറിയപ്പെടുന്ന ശനിയിലാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. കരിമഴ പെയ്യുന്നതും സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്നതും ശനിയിലാണ്. ഇനി അടുത്തത് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. 60ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൂര്യനെ വലം വയ്ക്കാൻ 12 വർഷം വേണം. ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹവും വ്യാഴം തന്നെയാണ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട് വ്യാഴം. ഏറ്റവും കൂടുതൽ വ്യാഴത്തിൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനാണ്. വലിയ ചുവപ്പടയാളം കാണപ്പെടുന്ന ഗ്രഹവും വ്യാഴം തന്നെയാണ്. വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും കൂടെ ചേർത്ത്
മിനി സോളാർ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ആണ്. വ്യാഴവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണ വേഗത കൂടിയ ഗ്രഹവും വ്യാഴം തന്നെയാണ്. ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ശക്തമായ കാന്തിക മണ്ഡലങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ്. റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ വ്യാഴത്തിൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനാണ്. വലിയ ചുവപ്പടയാളവും കാണപ്പെടുന്നത് വ്യാഴത്തിലാണ്. വ്യാഴത്തെയും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെയും കൂടെ ചേർന്നറിയപ്പെടുന്ന പേര് മിനി സോളാർ സിസ്റ്റം എന്നാണ്. വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ആണ്. അടുത്ത ഗ്രഹം ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത 2 ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. മുൻവർഷ PSC ചോദ്യപേപ്പറിൽ നമുക്ക് കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനും. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും വിളിക്കുന്നത് ബുധനെയാണ്. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും വിളിക്കുന്നത് ബുധനെയാണ്. ബുധൻ്റെ അച്ചുതണ്ടിന് ചരിവൊട്ടും ഇല്ലാത്തതിനാൽ ബുധനിൽ ഋതുക്കൾ അനുഭവപ്പെടുന്നില്ല. അച്ചുതണ്ടിൻ്റെ ചരിവ് ഏറ്റവും കുറഞ്ഞത് ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിച്ചാൽ ബുധനിലാണ്. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെടുന്നത് ബുധനെയാണ്. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെടുന്നത് ബുധനെയാണ്. മറുത എന്നറിയപ്പെടുന്ന ഗ്രഹവും ബുധനാണ്. ഭൂമിയുടേതിന് സമാനമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ് ബുധൻ. ഭൂമിയുടേതിന് സമാനമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ബുധനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. പ്രഭാതത്തിൽ അപ്പോളോ എന്നും പ്രദോഷത്തിൽ ഹെർമിസ് എന്നും വിളിക്കുന്ന ഗ്രഹമാണ് ബുധൻ. ബുധനിൽ ഋതുക്കൾ അനുഭവപ്പെടുന്നില്ല, കാരണം അച്ചുതണ്ടിൻ്റെ ചരിവ് തീരെ കുറവാണ്. ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ ജലനക്ഷത്രം എന്നറിയപ്പെടുന്നത് ബുധനെയാണ്. മറുത എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ. ഭൂമിയുടേതിന് സമാനമായ കാന്തിക മണ്ഡലമുള്ള ഗ്രഹമാണ് ബുധൻ. ബുധനും ശുക്രനിലുമാണ് ഉപഗ്രഹങ്ങൾ കാണപ്പെടാത്തത്. അടുത്തതായി ബുധൻ. ശുക്രൻ. അടുത്ത ഗ്രഹം ശുക്രനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ബുധനെക്കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. കൂടാതെ ഏറ്റവും ചൂടുള്ള ഗ്രഹവും ശുക്രനാണ്. ശുക്രന് ഉപഗ്രഹങ്ങളില്ല. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് പൈതഗോറസ്. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈതഗോറസ് ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികൾ കാണപ്പെടുന്നത് ശുക്രനിലാണ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികൾ കാണപ്പെടുന്നത് ശുക്രനിലാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ശുക്രനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പ്രഭാത നക്ഷത്രവും പ്രദോഷ നക്ഷത്രവും ശുക്രനാണെന്ന് കണ്ടെത്തിയത് പൈതഗോറസ് ആണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രനാണ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികൾ ശുക്രനിലാണ് കാണപ്പെടുന്നത്. ഭൂമിയെ കൂടാതെ ഹരിതഗൃഹ പ്രഭാവം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. അടുത്തത് നമുക്ക് സൂര്യൻ സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രമാണ്. സൗരയൂഥത്തിലെ മറ്റുള്ള എല്ലാ വസ്തുക്കൾക്കും ഊർജം നൽകുന്നത് സൂര്യനാണ്. അടുത്തതായി ഭൂമി. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്നുണ്ട്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഒരേ ഒരു ഉപഗ്രഹം ചന്ദ്രനാണ്. അടുത്ത ഗ്രഹം ചൊവ്വ. ചൊവ്വയ്ക്ക് 2 ഉപഗ്രഹങ്ങളാണുള്ളത്. പണ്ട് ജലം ഒഴുകിയിരുന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തിയിട്ടുണ്ട്. തുരുമ്പിച്ച ഗ്രഹം, ഫോസിൽ ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഇനിയും ഗലീലിയെക്കുറിച്ചാണ് അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇറ്റലിക്കാരനായ ഊർജതന്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ. അപ്പോൾ ഗലീലിയുടെ രാജ്യം ഇറ്റലി. ഗലീലി ഇറ്റലി. നമുക്ക് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലീ എന്നാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാം. ഗലീലി ഇറ്റലിയാണ്. ദൂരദർശിനി കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. വ്യാഴത്തിൻ്റെ 4 വലിയ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയതും ഗലീലിയോ ആണ്. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയോ, യൂറോപ്പ, ഗാനിമീഡ്,
കാലിസ്റ്റോ. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അയോ, യൂറോപ്പ, ഗാനിമിഡ്, കാലിസ്റ്റോ. അടുത്തതായി ക്ഷുദ്രഗ്രഹങ്ങൾ എന്താണ്, കുള്ളൻ ഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിൻ്റെ ആദ്യ പിക്ചറിൽ നമുക്ക് ക്ഷുദ്രഗ്രഹങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കൂ, ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ, ചൊവ്വയ്ക്കും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനുമിടയിൽ കാണപ്പെടുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വാഗ്രഹത്തിനും വ്യാഴം എന്ന ഗ്രഹത്തിനുമിടയിൽ കാണപ്പെടുന്ന പാറക്കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചിഹ്നഗ്രഹങ്ങൾ എന്നും ക്ഷുദ്രഗ്രഹങ്ങളെ അറിയപ്പെടാറുണ്ട്. നമുക്ക് ഈ ഡയഗ്രത്തിൽ ഒരു ക്ഷുദ്രഗ്രഹത്തിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഐഡ എന്ന ക്ഷുദ്രഗ്രഹത്തിൻ്റെ. അപ്പോൾ ചിഹ്നഗ്രഹം എന്നറിയപ്പെടുന്നതും ക്ഷുദ്രഗ്രഹത്തെയാണ്. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം സെറസ് ആണ്. ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം സെറസ് ആണ്. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹവും സെറസ് തന്നെയാണ്. അടുത്തത്, നമുക്കിനി ഒരു ആകാശഗോളത്തിനെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഒരു ആകാശഗോളത്തിനെ ഗ്രഹമായി പരിഗണിക്കപ്പെടണമെങ്കിൽ അതിന് ഗോളാകൃതി ഉണ്ടാകണം. കൂടാതെ അവ സൂര്യനെ വലം വയ്ക്കണം. അവയ്ക്ക് തനതായതും തടസ്സങ്ങളില്ലാത്തതുമായ ഒരു ഭ്രമണപഥം വേണം. ഈ നിബന്ധനകൾ പാലിക്കാത്തവയാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പോൾ ഗ്രഹത്തിൻ്റെ നിബന്ധനകൾ പാലിക്കാത്ത ഗ്രഹങ്ങളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. എന്തുകൊണ്ടാണ് 2006 പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കിയതെന്ന് നമുക്ക് നോക്കാം. നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് പ്ലൂട്ടോയുടെ ഭ്രമണ പദവി 2006 നിർത്തലാക്കിയത്. ഇതിൽ നമുക്ക് 2 പോയിന്റ് കിട്ടും. പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കം ചെയ്തത് 2006 കേരളത്തിൽ എൻഡോസൾഫാൻ നിർത്തലാക്കിയതും 2006 കൂടാതെ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥമാണ് പ്ലൂട്ടോ മുറിച്ചു കടക്കുന്നത്. കൂടാതെ പ്ലൂട്ടോയുടെ ഉപഗ്രഹത്തിൻ്റെ പേര് ഷാരൺ. അപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടുമാണ് പ്ലൂട്ടോയുടെ ഗ്രഹപദവി 2006 നീക്കം ചെയ്തത്. ഇനിയും ഒരു 3 പോയിന്റ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൗരയൂഥത്തിൽ ശയനപ്രദക്ഷിണം നടത്തുന്ന ഒരു ഗ്രഹമുണ്ട്, അതാണ് യുറാനസ്. മറ്റു ഗ്രഹങ്ങൾ പമ്പരം പോലെ സ്വയം കറങ്ങുന്നതെങ്കിൽ യുറാനസ് വാഹനങ്ങളുടെ ചക്രം പോലെയാണ് കറങ്ങുന്നത്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നതും യുറാനസ് ആണ്. ശുക്രനിൽ പോകാൻ ഒരുങ്ങിയാണെങ്കിൽ മറക്കല്ലേ, അവിടെ സൂര്യോദയം പടിഞ്ഞാറാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാം. അടുത്തത്, സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ. പേരുപോലെ ഇവ നക്ഷത്രങ്ങളല്ല, അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ്. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അപ്പോൾ വാൽ നക്ഷത്രങ്ങളുടെ വാല് ദൃശ്യമാകുന്നതിനുള്ള കാരണം ടിൻഡൽ എഫക്റ്റാണ്. ഫിസിക്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. സൂര്യനോട് അടുക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാൽനക്ഷത്രങ്ങളുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സൂര്യനെ ചുറ്റുന്നവയാണെങ്കിൽ ഇവ വളരെ അപൂർവമായി മാത്രമേ സൂര്യനോടടുത്ത് വരാറുള്ളൂ. 2013 ഏറ്റവും ഒടുവിലെത്തിയ ഐസൺ എന്ന് പറയുന്ന വാൽനക്ഷത്രത്തെ ഓർക്കുന്നുണ്ടല്ലോ. സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. വാൽനക്ഷത്രങ്ങളെക്കുറിച്ച് പഠനം നടത്തിയത് എഡ്മണ്ട് ഹാലിയാണ്. ഹാലിയുടെ വാൽനക്ഷത്രം അവസാനമായി ദൃശ്യമായത് 1986 ഇനി അത് 2062 വീണ്ടും ദൃശ്യമാകും. 76 വർഷം വേണം ഹാലിയുടെ വാൽനക്ഷത്രം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ. സൂര്യന് വിപരീത ദിശയിലാണ് വാൽനക്ഷത്രത്തിൻ്റെ വാൽ ദൃശ്യമാകുന്നത്. അപ്പോൾ വാൽനക്ഷത്രത്തിനെക്കുറിച്ചുള്ള പഠനം നടത്തിയത് എഡ്മണ്ട് ഹാലിയാണ്. വാൽനക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നതിന് കാരണം ടിൻഡൽ എഫക്റ്റാണ്. സൂര്യന് വിപരീത ദിശയിലാണ് വാൽനക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നത്. അവസാനമായി ഹാലിയുടെ വാൽനക്ഷത്രം ദൃശ്യമായത് 1986 2062 അത് വീണ്ടും ദൃശ്യമാവും. 76 വർഷം വേണം സൂര്യനെ ഹാലിയുടെ വാൽനക്ഷത്രത്തിന് പ്രദക്ഷിണം ചെയ്യാൻ. പിന്നീട് ഉൽക്കകളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഉൽക്കകൾ അഥവാ മീറ്റിയോറോയിഡ്സ്. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന
പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. അതാണ് നമ്മൾ ആകാശത്ത് കാണുന്ന ആ മിന്നിമറയുന്ന പ്രകാശം. കത്തിത്തീരാതെ ഭൂമിയിലേക്ക് വീഴുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ. ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് കൊള്ളിമീനുകൾ അഥവാ ഷൂട്ടിംഗ് സ്റ്റാർസ്. ഒന്നുകൂടെ പറയാം, ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് കൊള്ളിമീനുകൾ അഥവാ ഷൂട്ടിംഗ് സ്റ്റാർസ്. ഇനി ഭൂമിയിലേക്ക് വരച്ച ഉൽക്കാശിലകളിൽ ഏറ്റവും വലുത് 1920 ആഫ്രിക്കയിലെ നമീബിയയിൽ പതിച്ച ഉൽക്കാശിലയാണ്. ഏകദേശം 60 ടൺ ഭാരമുണ്ടായിരുന്നു നമീബിയയിൽ പതിച്ച ഉൽക്കാശിലയ്ക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടുക, നമീബിയ ആഫ്രിക്കയിലാണ്. 60 ടൺ ആയിരുന്നു ആ ഉൽക്കാശിലയുടെ ഭാരം. ഭൂമിയിൽ പതിച്ചതിൽ വെച്ചൊക്കെ ഏറ്റവും വലിയ ഉൽക്കാശില നമീബിയയിലെയാണ്. ഇനി അടുത്തൊരു ഇമേജിനകത്ത് കൊടുത്തിട്ടുള്ളത് റഷ്യയിലെ ചിങ്കെ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് കിട്ടും. ചിങ്കെ നദി റഷ്യയിലാണ്. ചിങ്കെ നദി റഷ്യയിലാണ്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്, ഇതിനൊരു ഡയഗ്രാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ഗാലക്സികൾ കൂട്ടമായി കാണപ്പെടാനുള്ള കാരണം ഗുരുത്വാകർഷണ ബലമാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഓറിയോൺ ആം അല്ലെങ്കിൽ ഓറിയോൺ കരം എന്നാണ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ഗാലക്സികൾ കൂട്ടമായി കാണപ്പെടുന്നതിനുള്ള കാരണം ഗുരുത്വാകർഷണ ബലമാണ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ക്ഷീരപഥത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഓറിയോൺ ആം എന്നാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം തീരെ ചെറിയൊരു ബിന്ദുവായിരുന്നു. വലിയൊരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വികസിച്ചതെന്ന് കരുതപ്പെടുന്നു. പ്രപഞ്ചോൽപത്തി പറയുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ, ഹാൻസ് ബെത്തെ. പ്രപഞ്ചോൽപത്തി വിശദീകരിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ, ഹാൻസ് ബെത്തെ. മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ ഏകദേശ പ്രായം 1370 കോടി വർഷമാണ്. മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫ്രെഡ് ഹോയലാണ്. ഒന്നുകൂടെ നമുക്ക് പറയാം. പ്രപഞ്ചോൽപത്തി വിശദീകരിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ജോർജ് ഗാമോ, റാൽഫ് ആൽഫർ, ഹാൻസ് ബെത്തെ. മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ പ്രായം ഏകദേശം 1370 കോടി വർഷമാണ്. മഹാവിസ്ഫോടനം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഫ്രെഡ് ഹോയലാണ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ സോഷ്യൽ സയൻസ് 1, 2, 3, 4, 5 അധ്യായങ്ങൾ ഇതുവരെ നമ്മൾ വിശകലനം ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.